ഏതു ക്ഷേത്രമായാലും ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനം ആർക്കാണ്? തന്ത്രിക്കാണ്. പിതൃസ്ഥാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ ദേവൻ്റെ പിതാവ് എന്നല്ല. മഹാദേവനാണ്, പരമശിവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ദേവസങ്കല്പം. അപ്പോൾ തന്ത്രി മഹാദേവൻ്റെ പിതാവല്ല. എങ്ങനെയാണ് പിതൃസ്ഥാനത്ത് വരുന്നത് എന്നും കൂടി ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കണം. ആ അറിവില്ലായ്മയാണ് ഇന്ന് പലരും ചൂഷണം ചെയ്യുന്നത്. എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. നമ്മളുടെ മൂലപിതൃ എന്ന് പറഞ്ഞാൽ ഹരിയാണ്, ഹരിതലോകമാണ്, ഈ വൈഷ്ണവ ലോകമാണ്, ഈ സസ്യപ്രകൃതിയാണ്. നമുക്ക് മുഴുവൻ ജീവനാംശവും തരുന്നതാരാണ്? ഈ മൂലപിതൃവാണ്, ഈ സസ്യപ്രകൃതിയാണ്. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയെ ചെയ്യുന്ന, ഈ ക്ഷേത്രത്തിലെ തന്ത്രങ്ങളെ നടപ്പിലാക്കുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ആ പിതൃവിന് തുല്യനായിരിക്കണം. അതായത് വൈഷ്ണവ അവതാരത്തെ പോലെയാവണം. സത്വഗുണശീലമുള്ള ആളായിരിക്കണം, സാത്വികനായിരിക്കണം. ഗുണത്താൽ ആർക്കൊപ്പമാവണം? പിതൃവിനൊപ്പമാവണം, വിഷ്ണുവിനൊപ്പമാകണം, സത്വഗുണമാവണം. വികാര വിചാര വിദ്വേഷ വൈരാഗ്യങ്ങളൊന്നുമില്ലാതെ സത്വഗുണമുള്ള ആ മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരത്തെ പോലെ ആകുമ്പോൾ, അതായത് സ്വഭാവം കൊണ്ട് ഏറ്റവും സാത്വികനാകുമ്പോൾ, ആ വിഗ്രഹത്തിൻ്റെ ആ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്തേക്ക് ഈ വ്യക്തി, ഈ വിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന, വൈഷ്ണവ അവതാരമായിരിക്കുന്ന ആ ജ്ഞാനിയായിട്ടുള്ള വ്യക്തി മാറുന്നു എന്ന് മാത്രം അർത്ഥം. അല്ലാതെ മഹാദേവൻ്റെ അച്ഛനല്ല തന്ത്രി.